സോ ഗൈസ്, എല്ലാ വർഷത്തെയും പോലെ കുറെ പടക്കങ്ങൾ കാര്യങ്ങളൊക്കെ പൊട്ടിയെങ്കിൽ പോലും നമ്മുടെ 2024 പോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇയർ തന്നെ ആയിരുന്നു നമ്മുടെ 2025. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ കളക്ഷൻ വൈസ് കുറെ പൈസ വാരിയിട്ടുള്ള പടങ്ങളുണ്ട്, അതുപോലെ തന്നെ കണ്ടന്റ് വൈസ് കിടിലമായിട്ടുള്ള വേറെ ഒത്തിരി പടങ്ങളും ഉണ്ട്. ടോട്ടലായിട്ട് ഇറങ്ങിയ പടങ്ങളുടെ നമ്പറൊന്നും വെച്ചിട്ട് നമുക്ക് ഹിറ്റായ പടമൊന്നും വെച്ച് കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അത് എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും ബോംബുകളുടെ എണ്ണം തന്നെ ആയിരിക്കും കൂടുതൽ. ബട്ട് എങ്കിലും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2024 പോലെ ഒരു സക്സസ് റേറ്റ് തന്നെയാണ് നമുക്ക് 2025 ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 മോളിവുഡ് ബെസ്റ്റ് ആയിരുന്നോ അതോ വേസ്റ്റ് ആയിരുന്നോ എന്നാണ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം. സോ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് 2024 അത്രയും നമ്മുടെ 2025 ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കാം. അതായത് നമുക്ക് ഹിറ്റ് റേഷ്യോ നോക്കാം. അതായത് നമ്മുടെ 2024 2025 ഹിറ്റ് റേഷ്യോ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം, ഏത് വർഷമായിരുന്നു കൂടുതൽ ഹിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ആൻഡ് ഗൈസ്, ഒരു കാര്യം കൂടെ, ഈ പറയാൻ പോകുന്ന ഹിറ്റ് റേഷ്യോ ആക്യുറേറ്റ് അല്ലെന്ന് പറയുമ്പോഴത്തേന് തെറ്റാന്നല്ല അതിന്റെ അർത്ഥം. ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ് ഹിറ്റ് റേഷ്യോയും, ബട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നേക്കാം. ചെറിയ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേന് ഒരു 1% വല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം, അത്രേ ഉള്ളൂ. സോ ആദ്യം തന്നെ നമുക്ക് 2024 കാര്യം നോക്കാം. 2024 ഓൾമോസ്റ്റ് 200 കൂടുതൽ സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. അത്രയും പടം ഇറങ്ങിയിട്ട് ആ വർഷത്തെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു 10 to 11% വരെയാണ്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10 പടം ഇറങ്ങുമ്പോഴത്തേന് ഒരു പടമാണ് സക്സസ് ആവുന്നത്. ഇവിടെ ഒരു ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്നേക്കുന്ന ഒരു വർഷമായിരുന്നു 2024. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും ഇതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഓൾമോസ്റ്റ് ഹിറ്റ് റേഷ്യോ ഇത്രയൊക്കെ തന്നെ എല്ലായിടത്തും വരത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ 2025 ഹിറ്റ് റേഷ്യോ നോക്കാം. 2024 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് 2025 കുറച്ച് പടമൊക്കെ കുറവാണ് ഇറങ്ങിയേക്കുന്നത്. അതൊരു 10 പടം പോലും കുറവായിരിക്കും. എന്തായാലും നമുക്ക് ഹിറ്റ് റേഷ്യോ നോക്കാം. ഓൾമോസ്റ്റ് ഒരു 200 പടം അടുപ്പിച്ച് 2025 റിലീസ് ആയിട്ടുണ്ട്. അതിൽ നമുക്കുള്ള ഹിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേന് ഒരു 8 to 9% ആണ്. ഇവിടുന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് 2024 നമ്മുടെ 2025 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഹിറ്റുകൾ കൂടുതലാണെന്നുള്ളത്. എന്ന് പറഞ്ഞ് 2025 മോശം വർഷമാണെന്നല്ല, വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ്. കുറച്ച് ഹിറ്റുകൾ കുറവുണ്ടെന്നേ ഉള്ളൂ. നല്ല രീതിക്ക് തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒക്കെ വാരിയൊരു വർഷം തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല സിനിമകളും വന്നു. 2025 ഒരു ബോക്സ് ഓഫീസ് അനാലിസിസ് പോലെ ഒരു വീഡിയോ നമ്മൾ ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. ഒന്നല്ല, ശരിക്കും 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതാരും കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ഒരു വീഡിയോയിൽ നമ്മൾ സിനിമകളുടെ ബോക്സ് ഓഫീസ് വെർഡിക്റ്റ് മാത്രം നോക്കിയിട്ടാണ് ആ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആ വീഡിയോയുടെ അടിയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കളക്ഷൻസ് കാര്യങ്ങളൊന്നും നോക്കാതെ 2025 ബെസ്റ്റ് പടങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് വീഡിയോ ചെയ്യാൻ. സോ നമുക്ക് 2025 ഒരു ബെസ്റ്റ് ആയിട്ടുള്ള 10 പടം നോക്കാം. അതുകൂടാതെ 2025 ഇറങ്ങിയത് കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയ കുറച്ച് പടങ്ങളൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് തരാം. സോ ഗൈസ്, നമുക്ക് നമ്മുടെ 10th ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. 10th ഞാൻ കൊടുക്കുന്നത് DS ഇരയാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ആൻഡ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു. പടത്തിൽ എന്തൊക്കെയോ എവിടേക്കോ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ബട്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് പടം നല്ല രീതിക്ക് തന്നെ വർക്കായി. അടുത്തായിട്ട് നമ്മുടെ 9th പ്ലേസ് ആണ്. 9th പ്ലേസിൽ ഞാൻ കൊടുക്കുന്നത് പടക്കളമാണ്. പടക്കളം എനിക്ക് തിയേറ്ററിൽ മിസ്സായി. ശരിക്കും പറഞ്ഞാൽ 2025 ഒരു തിയേറ്റർ വാച്ച് എനിക്ക് മിസ്സായത് ഞാൻ റിഗ്രറ്റ് അടിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് പടക്കളമാണ്. പടക്കളം ഞാൻ OTT വന്നപ്പോഴാണ് കണ്ടെങ്കിൽ പോലും എനിക്ക് നല്ല രീതിക്ക് തന്നെ പടം വർക്കായി. ആൻഡ് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒത്തിരി യൂസ് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് തന്നെയായിരുന്നു പടത്തിൽ. അതുപോലെ തന്നെ പടത്തിലെ പെർഫോമൻസും എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ നല്ലപോലെ ചിരിക്കാനും ഉണ്ട്. കുറെ നാൾക്ക് ശേഷമായിരുന്നു പടക്കളം പോലെ ഒരു നല്ലവണ്ണം ചിരിക്കാനൊക്കെ ഉള്ള ഒരു പടം കാണുന്നത്. ഇനി നമുക്ക് 8th പൊസിഷൻ നോക്കാം. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. പടക്കളത്തിന്റെ കാര്യം പറഞ്ഞാലാണ് ഈ പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല, OTT വന്നപ്പോഴാണ് കണ്ടത്. ബട്ട് പടം എനിക്ക് നല്ല രീതിക്ക് തന്നെ വർക്കായി. എനിക്ക് പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചാക്കോച്ചനായിരുന്നു. ഞാൻ ഇതുവരെ ചാക്കോച്ചനെ അങ്ങനെ ഒരു ക്യാരക്ടറിലേ കണ്ടിട്ടില്ല. എനിക്ക് പൊതുവെ നെഗറ്റീവ് ഷെയ്ഡഡ് ക്യാരക്ടേഴ്സിനോട് ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുണ്ട്. ലൈക്ക് അതെങ്ങനെ പറയേണ്ടത് എനിക്കറിയത്തില്ല, ബട്ട് എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആസ് എ ഹോൾ നോക്കുമ്പോഴത്തേന് ആ പടത്തിനേക്കാളും കൂടുതൽ എനിക്ക് ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന വേണം പറയാം. അടുത്തായിട്ട് നമ്മുടെ 7th പ്ലേസ്. ഇവിടെ ഞാൻ 2 പടം പ്ലേസ് ചെയ്യുന്നുണ്ട്. 2 അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒന്ന് റോന്തും ഒന്ന് ഫെമിനിച്ചി ഫാത്തിമയും. ഈ 2 പടവും ഞാൻ OTT-ലാണ് കണ്ടത്. ഇത് 2 ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് OTT വന്നപ്പോൾ എനിക്ക് നല്ല രീതിക്ക് തന്നെ 2 പടം ഇഷ്ടപ്പെട്ടു. ഈ 2 പടത്തിനെ ഞാൻ ഒരുമിച്ച് റാങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഈ 2 പടവും പീക്ക് റിയലിസം ആണ്. ലൈക്ക് ഇപ്പൊ റോന്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും അവർ പോലീസിന്റെ റിയലിസം ആണ് കാണിക്കുന്നെങ്കിൽ ഈ അതേ സമയത്ത് ഫെമിനിച്ചി ഫാത്തിമയെ നമ്മൾ നോക്കുമ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് പക്ക റിയലിസം പോലെ. ലൈക്ക് നമുക്ക് ഒരു സിനിമ കാണുവാന്ന് പോലും തോന്നത്തില്ല. നമ്മൾ ലിറ്ററലി ഒരു വീട്ടിൽ പോയി നമ്മൾ അവരെന്തൊക്കെ ചെയ്യുന്നത് കാണുന്ന പോലെ തോന്നും. അതുപോലൊരു പടം, വളരെ സിമ്പിൾ ആയിട്ടൊരു പടം. ആരെങ്കിലും ഒക്കെ കാണാത്തവരുണ്ടെ കണ്ടു നോക്കുക. എനിക്കറിയാം റോന്ത് പിന്നെ കുറച്ചുകൂടെ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നുള്ളത്, ബട്ട് ഫെമിനിച്ചി ഫാത്തിമ എങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കണ്ടു നോക്കുക. ഇനി നമുക്ക് 6th പ്ലേസ് നോക്കാം. 6th പ്ലേസ് ഞാൻ കൊടുക്കുന്നത് കളങ്കാവലിനാണ്. വലിയ ട്വിസ്റ്റോ ടേൺസോ ഒന്നുമില്ല. ആകെയുള്ളത് ഒരു ഒറ്റ ട്വിസ്റ്റ് ആണ്. അതാണെങ്കിൽ അന്യായ സാധനവും. ഒരു ത്രില്ലർ എന്ന് പോലും എടുത്ത് പറയാൻ
പറയാൻ പറ്റത്തില്ല. ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ പടം. ആൻഡ് പടം ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. എനിക്ക് പടം നല്ല രീതിക്ക് വർക്കുമായി. അതുപോലെ തന്നെ പെർഫോമൻസ്, മമ്മൂക്കയുടെ പെർഫോമൻസ് വേറെ ലെവലാണ് ഈ പടത്തില്. ഒന്നും പറയാനില്ല. ലൈക്ക് ലിറ്ററലി ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമാണ്. നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലാണ് ഈ പടത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. അതായത് എനിക്ക് ഈ പടം മോർ ദാൻ ഈ പടത്തിനേക്കാൾ എനിക്ക് മമ്മൂക്കയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പുള്ളി ചെയ്തേക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് 5ലേക്ക് കയറാം. 5th പ്ലേസ് ചെയ്യാൻ കൊടുക്കുന്നത് രേഖാചിത്രത്തിനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വർഷം മലയാള സിനിമ വന്നേക്കുന്നത് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്ന രേഖാചിത്രമായിരിക്കുന്നു. ലൈക്ക് എനിക്ക് അറിയത്തില്ല അവരത് എങ്ങനെയാണത്, ആ ഒരു കഥ അവരെങ്ങനെ ചിന്തിച്ചെടുത്തു, അല്ലെങ്കിൽ അവർ ആ ഒരു പഴയ കാലത്തെ ആ ഒരു സിനിമയുടെ ലൊക്കേഷനൊക്കെ ആയിട്ട് അവരെ എങ്ങനെ കണക്ട് ചെയ്തെന്നുള്ളത് എനിക്കറിയത്തില്ല. സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ആ സിനിമയെക്കാളും കൂടുതൽ അവരത് എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തെടുത്തതെന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ. എന്തായാലും കിടിലം പടം. ഇനി നമുക്ക് നമ്മുടെ 4th പ്ലേസ് നോക്കാം. 4th പ്ലേസ് ഞാൻ തുടരുവിനാണ് കൊടുക്കുന്നത്. ലൈക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. ഒരു ഭയങ്കര ആ പടം കണ്ടിറങ്ങിയപ്പോഴത്തേനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈ ഒരു പടത്തിൽ എന്താണ് ഒരു ഭയങ്കര പുതുമയായിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. ബട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു പടം കണ്ടു കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെ പെർഫോമൻസും കുറെ നാൾക്ക് ശേഷമായിരുന്നു ലാലേട്ടനൊക്കെ ഇങ്ങനെ ഒന്ന് അഭിനയിക്കുന്നത് തന്നെ കാണുന്നത്. എല്ലാം കൊണ്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പടം നല്ല രീതിക്ക് തന്നെ വർക്കുമായി. ഇനി നമുക്ക് നമ്മുടെ 3rd ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഞാൻ ലോകയാണ് പ്ലേസ് ചെയ്യുന്നത്. ലോകയുടെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. ലൈക്ക് പടം ഏത് രീതിയിലാണ് പോയി കത്തി കയറിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സെയിം ലൈക്ക് തുടരും വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഈ വർഷത്തെ. ഇത് നമ്മൾ രേഖാചിത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലാണ്. ലൈക്ക് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ കണ്ടംപററി വേൾഡിലേക്ക് നമ്മുടെ ഐതിഹ്യ മേലയിലും അതുപോലെ നമ്മുടെ ഫോക്ലോറിലും ഒക്കെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ പ്ലേസ് ചെയ്യാന്ന്. അത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വേൾഡ് ബിൽഡിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇനി മുന്നോട്ടുള്ള പാർട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടോണം പടം ഏത് രീതിയിലാണ് കത്തി കയറാൻ പോകുന്നത്. ഇനി നമുക്ക് 2nd പ്ലേസ് നോക്കാം. 2nd പ്ലേസ് ഞാൻ കൊടുക്കുന്ന പൊന്മാനാണ്. പലരും പൊന്മാൻ OTT വന്നപ്പോഴായിരിക്കും കണ്ടത്. ബട്ട് ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ്. ആ പടം തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കൊരു ഫീൽ കിട്ടും. അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. സത്യത്തിൽ പറയുകയാണെങ്കിൽ പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. ബേസിലിന്റെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ സജിൻ ഗോപുവിന്റെ ആയിക്കോട്ടെ, എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2025 ബെസ്റ്റ് പെർഫോമൻസ് അത് അജേഷ് ആണ്. ഇനി നമുക്ക് നമ്മുടെ 1st പ്ലേസ് നോക്കാം. ഇപ്പൊ തന്നെ 1st പ്ലേസ് ഒക്കെ എല്ലാരും ഗിസ് ചെയ്ത് കാണും. വേറൊന്നും അല്ല, നമ്മുടെ ബബ്ബയാണ്. പറ്റിച്ചേ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വേറൊന്നും അല്ല, എക്കോയാണ്. പടം കണ്ടിറങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിൽ ഫസ്റ്റ് വന്ന സംഭവമാണ് ഈ പടത്തിന് മേളിൽ ഈ വർഷം ഇനി ഒരു പടം കാണാനില്ലെന്ന്. അത്രയും കിടിലായിട്ട് എനിക്ക് പടം വർക്കായി, നല്ല രീതിക്ക് തന്നെ വർക്കായി എന്ന് വേണം പറയാൻ. എല്ലാ രീതിയിലും ആക്ടിങ് ആയിക്കോട്ടെ, ടെക്നിക്കാലിറ്റി ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, എല്ലാം ടോപ്പ്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ബട്ട് ഒരാളെ എടുത്തു പറയണം, ബാഹുൽ രമേശ്. മച്ചാൻ ഇച്ചിരി വിഷയമാണ്. പുള്ളിയുടെ എഴുത്തുണ്ടല്ലോ അത് വേറെ ലെവലാണ്. എന്തായാലും ഞാൻ പുള്ളിയുടെ അടുത്ത പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇതാണ് എന്റെ ടോപ്പ് 10 പിക്ക്. ഇനി ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് കംപ്ലീറ്റ്ലി എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ലിസ്റ്റാണ്. നിങ്ങളുടെ ലിസ്റ്റ് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള പടങ്ങൾ പറഞ്ഞുതരാം. ഉറപ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റോന്തുണ്ട്, അതുപോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമയുണ്ട്, അതുപോലെ ആസാദി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം, അത്യാവശ്യം നല്ല പടമാണ്. അതുപോലെ തന്നെ അവിഹിതം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ചിരിക്കാനൊക്കെ അത്യാവശ്യം ഉള്ളൊരു പടമാണ്, അതും അത്യാവശ്യം കൊള്ളാം. എനിക്ക് പേഴ്സണലി ഇത് 4 ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ട് തോന്നി. നിങ്ങൾ എന്തായാലും ഈ പടമൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 2024 അത്ര അടിപൊളി പടങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അത്ര മോശം വർഷമൊന്നും അല്ല 2025. ഒരുപാട് നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്, കുറെ ബിസിനസ്സും വാരിയിട്ടുണ്ട്. ഈസിലി പറയാൻ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇയറിൽ ഒന്ന് തന്നെയാണ്, നോ ഡൗട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടു, എന്ത് പറ്റി മോളിവുഡിന് എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഒന്നും പറ്റിയിട്ടില്ല. നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ. ബട്ട് ആൾക്കാർ എപ്പോഴും ഹിറ്റുകൾ മാത്രമേ അറിയുന്നുള്ളൂ. ഇതുപോലെ പടം പൊട്ടുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എന്താ പറയാ, ഭിന്നുന്ന എല്ലാം പൊന്നല്ലെന്നൊക്കെ പറയത്തില്ലേ. ഇൻഡസ്ട്രിയുടെ ഡാർക്ക് സൈഡിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല, അതാണ് സംഭവം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ ലൈക്കും കൂടെ അടിച്ചേക്കണം. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതായിരുന്നെന്നും കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ഓക്കെ, ബൈ.